ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ കഴിഞ്ഞ 3 മാസത്തിലധികമായി മദപ്പാടിൽ കഴിയുകയാണ്. കോട്ടയം പാമ്പാടി മൂടങ്കല്ലിങ്കൽ വീടിന്റെ കെട്ടുതറയിലാണ് രാജനെ തളച്ചിരിക്കുന്നത്. മദപ്പാട് കാലത്ത് മികച്ച പരിചരണം തന്നെയാണ് പാപ്പാന്മാരും ഉടമസ്ഥരും രാജന് നൽകിയിരുന്നത്. രാജന്റെ ഉടമകളിൽ ഒരാളായ റജിറ്റും കുടുംബവും കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നും എത്തി. എല്ലാ വർഷവും ഇതേ സമയത്ത് രാജന്റെ ഉടമ ബേബിച്ചേട്ടന്റെ ഓർമ്മ ദിവസത്തിന്റെ ഭാഗമാകുവാൻ ഇവർ എത്താറുണ്ട്. ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതായിരുന്നു രാജന്റെ ഈ നീരുകാലം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നീരുകാലത്ത് രാജനെ തളച്ച 1-ാം പാപ്പാനായിരുന്ന സതീഷ് ഇനി അവനൊപ്പം ഉണ്ടാവില്ല എന്നതാണ്. രാജന്റെ 2-ാം പാപ്പാനായിരുന്ന മനോജ് 1-ാം പാപ്പാനായും സുന്ദരന്റെ പാപ്പാനായിരുന്ന ഷാരടി 2-ാം പാപ്പാനുമായിട്ടാണ് രാജനെ സംരക്ഷിക്കുന്നത്. മദപ്പാടിൽ രാജന്റെ ചങ്ങല ഇളക്കിയിടാൻ ദൂരെ നിന്ന് കമ്പുകൊണ്ട് ചങ്ങല തോണ്ടിയിടുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി രാജനെ പീഡിപ്പിക്കുന്നു എന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു യുവതി പോസ്റ്റ് ഇട്ടത് വലിയ വിവാദമായിരുന്നു. ഫോറസ്റ്റ് അധികൃതർ അന്വേഷണത്തിന്റെ ഭാഗമായി എത്തുകയും നിജസ്ഥിതി ബോധ്യപ്പെട്ട് തിരികെ പോകുകയും ചെയ്തു. പാമ്പാടി രാജന് നീരൊലിക്കുന്നില്ല, വെറുതെ കെട്ടിയിരിക്കുകയാണ് എന്ന ആക്ഷേപവും ചിലർ ഉന്നയിക്കുകയുണ്ടായി. ഇതെല്ലാം ഈ മദപ്പാട് കാലത്ത് രാജന്റെ സവിശേഷതകൾ നിറഞ്ഞ കാര്യങ്ങളായിരുന്നു. റജിറ്റും കുടുംബവും വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി കുറെ വർഷങ്ങളായി നടക്കാറുണ്ട്. പാമ്പാടി രാജനെ നീരിൽ നിന്ന് അഴിക്കുന്നത് പലപ്പോഴും റജിറ്റിന്റെ കൂടെ സാന്നിധ്യത്തിലാണ്. രാജനെ നീരിൽ നിന്ന് അഴിച്ച ശേഷമുള്ള സുഖചികിത്സയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നതും റജിറ്റിന്റെ നേതൃത്വത്തിലാണ്. രാജന്റെ നീരൊലിപ്പ് കഴിഞ്ഞു. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും രാജന് നീരൊലിപ്പുണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ രാജനെ നീരിൽ നിന്ന് അഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാപ്പാന്മാർ. ഏറ്റവും അടുത്ത ദിവസം തന്നെ രാജനെ നീരിൽ നിന്ന് അഴിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ പാപ്പാന്മാർ നടത്തിക്കഴിഞ്ഞു. പുതിയ പാപ്പാന്മാർ വന്നാൽ രാജനെ നീരിൽ നിന്ന് അഴിക്കുന്നത് അവനെ ശാരീരികമായി ബുദ്ധിമുട്ടിക്കും എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ രാജനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന 2 പാപ്പാന്മാർ നീരിൽ നിന്ന് അഴിക്കുന്നത് കൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പനമ്പട്ടയാണ് ഇപ്പോൾ രാജന് കൂടുതലായും ഭക്ഷണമായി നൽകുന്നത്. വാങ്ങിക്കുന്ന പനമ്പട്ടയോടൊപ്പം തന്നെ ഈ നാട്ടിൻ പ്രദേശത്ത് കിട്ടുന്ന പനമ്പട്ടയും ഇവർ ശേഖരിച്ച് നൽകാറുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗജരാജമാണിക്യം പാമ്പാടി രാജനെ ആന കേരളത്തിന് സൂര്യ തേജസ്സോടെ ലഭിക്കും. രാജനും തന്റെ നീരുകാലം കാണാൻ കാത്തിരിക്കുകയാണ്. നിറഞ്ഞൊഴുകുന്ന വത്തിക്കാൻ തോടിന്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങുവാൻ തന്റെ ഹൃദയപക്ഷത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന ലീലാമ്മ ചേച്ചിയിൽ നിന്നും പലഹാരങ്ങൾ ആവോളം വാരിക്കഴിക്കുവാൻ, ഇലക്കൊടിഞ്ഞി കവലയിൽ ശശിച്ചേട്ടന്റെ ചായക്കടയിൽ നിന്നും പലഹാരങ്ങൾ കഴിക്കുവാൻ, നാടിന്റെ സ്നേഹ വായ്പകൾ ഏറ്റെടുക്കുവാൻ, വീണ്ടും ഉത്സവ കേരളത്തിന്റെ അഭിമാനമാകുവാൻ മലയാളികളായ ലക്ഷക്കണക്കിന് രാജന്റെ ആരാധകർ അവൻ ഗജരാജ ഗന്ധർവനായി വീണ്ടും വരുന്നത് കാണാനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു നീരുകാലം കൂടി അതിജീവിച്ച് ഗജരാജ ഗന്ധർവൻ കടന്നു വരികയാണ്. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി VM പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗജരാജ പ്രജാപതി പാമ്പാടി രാജന്റെ 250-ൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. പാമ്പാടി രാജൻ സ്റ്റോറീസ് എന്ന പ്രത്യേക സെഗ്മെന്റിലും ഇത് ചാനലിൽ ലഭിക്കും. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി VM പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.
ബസ് അവിടെയുണ്ട്.